എക്സർസൈസ് 4.3 സെവൻത് വേർഡ് പ്രോബ്ലം ആണ്. യാമിനി ആൻഡ് ഫാത്തിമ, two students of class 9 of a school, together contributed 100 rupees towards the Prime Minister's Relief Fund to help earthquake victims. Write a linear equation in two variables which satisfies this data and draw the graph of the same equation. വേർഡ് പ്രോബ്ലംസ് ലീനിയർ ഇക്വേഷൻസിന്റെ ചാപ്റ്ററിൽ നിന്ന് മിനിമം 2 എണ്ണം എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട്. മാത്രവുമല്ല 10th ലീനിയർ ഇക്വേഷൻസ്, പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസിൽ നിന്നും എല്ലാ വർഷവും 2 ചോദ്യങ്ങള് മിനിമം 1 വേർഡ് പ്രോബ്ലം കാൽക്കുലേഷൻ ബേസും 1 ഗ്രാഫ് ബേസ് ക്വസ്റ്റ്യനും ചോദിക്കാറുണ്ട്. അപ്പോ ആ വേർഡ് പ്രോബ്ലംസിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതിന്റെ ബേസിക് ആണ് നമ്മൾ 9th പഠിക്കുന്നത്. 10th ഇത്തിരി കൂടെ കൂടുതലാണ് എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ നമ്മൾ 2 ഇക്വേഷൻസ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഒരു ഇക്വേഷൻ. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതുന്നതിനുള്ള ക്ലൂ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. യു മേ ടേക്ക് ദെയർ കോൺട്രിബ്യൂഷൻസ് ആസ് എക്സ് ആൻഡ് വൈ റുപ്പീസ്. അപ്പോ 2 പേരാണ്, യാമിനിയും ഫാത്തിമയും ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അവർ 2 പേരും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് 100 റുപ്പീസ് ആണ്. ദാറ്റ് മീൻസ് യാമിനി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ടും ഫാത്തിമയുടെ എമൗണ്ടും കൂടെ ആഡ് ചെയ്താൽ 100 റുപ്പീസ് എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് 2 വേരിയബിൾസ് ആണ് വേണ്ടത്. 2 കുട്ടികളുണ്ട്, 2 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോ ഓരോരുത്തരും കൊടുക്കുന്ന അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ടുകളെ എക്സ് ആയും വൈ ആയും കൺസിഡർ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം: ലെറ്റ് യാമിനീസ് കോൺട്രിബ്യൂഷൻ be x rupees and Fatima's contribution be y rupees. 2 പേരും കൂടെ ടുഗദർ കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ട് 100 ആണ്. ദാറ്റ് മീൻസ് എക്സും വൈയും കൂടി ആഡ് ചെയ്താൽ 100 എന്ന് കിട്ടും. അപ്പൊ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം: ദാറ്റ് ഈസ് x plus y is equal to 100. ഇതാണ് ഈ ഒരു സിറ്റുവേഷന്റെ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ സിറ്റുവേഷനെ അല്ലെങ്കിൽ ഈ ഒരു ഡേറ്റ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു ഗ്രാഫ് വരയ്ക്കുക. അപ്പോ ഫസ്റ്റ് നമ്മൾ ഒരു ഇക്വേഷൻ എഴുതി, x plus y is equal to 100. ഇനി ഈ ഇക്വേഷനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഗ്രാഫാണ് നമ്മൾ ഡ്രോ ചെയ്യേണ്ടത്. അപ്പൊ ഗ്രാഫ് ഡ്രോ ചെയ്യുമ്പോൾ നമ്മൾ എക്സിന് ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കറസ്പോണ്ടിങ് വാല്യൂ വൈയുടേത് കൺസിഡർ ചെയ്യുന്നു. അങ്ങനെ 2 സൊല്യൂഷൻസ് മിനിമം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ ഞാൻ ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു 50 എന്ന് കൺസിഡർ ചെയ്യുന്നു. ഇവിടെ നമ്പർ വലുതാണ്, 100 ആണ്. അപ്പൊ ഇവിടെ ഞാൻ 1 എന്ന് എക്സിന് കൊടുത്താൽ വൈയുടെ വാല്യൂ 99 ആയി പോകും. അപ്പൊ രണ്ടും ഏകദേശം ഒരേപോലെ വരത്തക്ക വിധത്തിൽ അല്ലെങ്കിൽ അടുത്തടുത്ത നമ്പറുകൾ വരത്തക്ക വിധത്തിൽ വാല്യൂസ് കൊടുത്താൽ ഇവിടെ y is 50 എന്ന് എഴുതാം. ദാറ്റ് മീൻസ് യാമിനി 50 റുപ്പീസ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ഫാത്തിമയുടെ കോൺട്രിബ്യൂഷൻ വിൽ ബി 50. അടുത്ത ഒരു വാല്യൂ നമുക്ക് എഴുതാം: ഇഫ് x is equal to 40 റുപ്പീസ്. യാമിനി 40 റുപ്പിയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ y is equal to 60 റുപ്പീസ്. അപ്പൊ ഇവിടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ ഇത് വളരെ സിമ്പിൾ ഇക്വേഷൻ ആയതുകൊണ്ട് പെട്ടെന്ന് വേണമെങ്കിലും എഴുതാം. ഇനി ഈ സൊല്യൂഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഗ്രാഫ് ഡ്രോ ചെയ്യുന്നത്. അപ്പൊ ഗ്രാഫ് ഡ്രോ ചെയ്യുമ്പോൾ വലിയ എമൗണ്ട് ആയതുകൊണ്ട് ഗ്രാഫ് ഇത്തിരി വലുതായിട്ട് തന്നെ നമുക്ക് വരയ്ക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ഗ്രാഫിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ വാല്യൂസിനെ ഒരു ടേബിളിലേക്ക് നമുക്ക് എഴുതിയാൽ എക്സ് വൈ, എക്സ് 50 ആണെങ്കിൽ y is also 50, എക്സ് 40 ആണെങ്കിൽ y is 60. എക്സിന്റെയും വൈയുടെയും വാല്യൂസ് ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ വലിയ വാല്യൂസ് ആയതുകൊണ്ട് തന്നെ നോർമലി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പോലെ ഗ്രാഫിനെ 0, 1, 2, 3, 4 ഇങ്ങനെ കൺസിഡർ ചെയ്താൽ ഇത്രയും വലിയ വാല്യൂസിനെ നമുക്ക് മാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ സ്കെയില് യൂസ് ചെയ്യുന്നത്. അപ്പോ ആ സ്കെയില് ഗ്രാഫ് പേപ്പറിന്റെ ഗ്രാഫ് പേജിന്റെ റൈറ്റ് ടോപ്പ് കോർണറിൽ എഴുതി വെക്കണം. എഴുതേണ്ടത് ഇങ്ങനെയാണ്: സ്കെയിൽ along x-axis. That means x-axis നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നതും അവിടെയുള്ള സ്കെയിലും along x-axis നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് യാമിനിയുടെ കോൺട്രിബ്യൂഷൻ ആയ x റുപ്പീസ് ആണ്.
അപ്പൊ നമ്മൾ എഴുതി വെക്കുന്നു എലോങ് എക്സ് ആക്സിസ് യാമിനീസ് കോൺട്രിബ്യൂഷൻ. ഇനി അവിടെ നമ്മൾ ഒരു യൂണിറ്റിനെ, ഇത്രയുമുള്ള ഈ ഒരു ഗ്യാപ്പിനെ അല്ലെങ്കിൽ ഈ ഒരു സ്പേസിനെ നമ്മൾ 1 യൂണിറ്റ് എന്നാണ് പറയുന്നത്. ഇത് അടുത്ത 1 യൂണിറ്റ്, ഇത് അടുത്ത 1 യൂണിറ്റ്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു സെന്റിമീറ്റർ എന്ന് വേണമെങ്കിലും കൺസിഡർ ചെയ്യാം. കറക്റ്റ് ഇതൊരു സെന്റിമീറ്റർ ആണ്. 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു, ഇവിടെ മാക്സിമം നമ്മുടെ എമൗണ്ട് 100 റുപ്പീസ് ആണ്. അതുകൊണ്ട് തന്നെ 100 റുപ്പീസിനെ, അതുകൊണ്ട് തന്നെ 100 എന്ന ഒരു നമ്പറും ഈ എക്സ് ആക്സിൽ വരേണ്ടതായിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു 1 യൂണിറ്റിനെ അല്ലെങ്കിൽ 1 സെന്റിമീറ്ററിനെ 10 റുപ്പീസ് ആയി കൺസിഡർ ചെയ്യും. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഒരു യൂണിറ്റ് 10 റുപ്പീസ്, ദാറ്റ് മീൻസ് നമുക്ക് ഇവിടെ 10 എന്ന് എഴുതാം. അപ്പൊ 1 2 3 എഴുതേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ 1 2 3 വേണമെങ്കിൽ അതിലുള്ള സ്മാൾ ഡിവിഷൻസിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ അടുത്തത് എഴുതുമ്പോ 20, then 30, 40, 50, 60, 70, 80, 90, 100. അപ്പൊ നമ്മൾ 100നെ കൂടി അതിൽ ഉൾപ്പെടുത്തി. അടുത്തതിൽ എലോങ് വൈ ആക്സിസിന്റെ സ്കെയില്, അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫാത്തിമയുടെ കോൺട്രിബ്യൂഷൻ ആണ്. ഫാത്തിമാസ് കോൺട്രിബ്യൂഷൻ. അവിടെയും ഒരു സെന്റിമീറ്ററിനെ 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 10 റുപ്പീസ് ആയി തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. ബിക്കോസ് ടോട്ടൽ എമൗണ്ട് 100 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം ഈ ഒരു 1 ഗ്യാപ്പ് അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ 10 ആണ്. ദെൻ 20, 30, 40, 50, 60, 70, 80, 90 and 100. ഇനി നമുക്ക് പോയിന്റുകളെ മാർക്ക് ചെയ്യാം. ഫസ്റ്റ് സൊല്യൂഷൻ 50-50 ആണ്. ദാറ്റ് മീൻസ് എക്സ് ആക്സിൽ 50 ആൻഡ് വൈ ആക്സിൽ 50. രണ്ടും കൂടി ചേരുന്ന പോയിന്റ് ഈ ഒരു പോയിന്റ് ആണ്. അപ്പൊ അവിടെ നമുക്ക് എഴുതി വെക്കാം 50-50. അടുത്തത് 40-60 എന്ന സൊല്യൂഷൻ ആണ്. അപ്പോ എക്സ് ആക്സിലെ 40 ആൻഡ് വൈ ആക്സിലെ 60. ഈ ഒരു പോയിന്റ് ആണ് 40-60 എന്ന പോയിന്റ്. അപ്പൊ നമ്മൾ 2 പോയിന്റിനെ മാർക്ക് ചെയ്തു. വേണമെങ്കിൽ ഇനി ഒരു സൊല്യൂഷൻ കൂടി കണ്ടുപിടിക്കാം. പക്ഷെ ഒരു പർട്ടിക്കുലർ ലൈൻ വരയ്ക്കുന്നതിന് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ലൈനിന്റെ ഗ്രാഫ് വരയ്ക്കുന്നതിന് മിനിമം 2 പോയിന്റുകൾ മതി. ഇനി ഒരു പോയിന്റ് കൂടി നമ്മൾ മാർക്ക് ചെയ്താലും ഇത് തന്നെ ആയിരിക്കും ഗ്രാഫ്. അപ്പൊ ഇനി നമുക്ക് ഈ 2 പോയിന്റുകളെ ചേർത്ത് ആ ഇക്വേഷന്റെ ഗ്രാഫ് ഡ്രോ ചെയ്യാം. 2 പോയിന്റുകളെ ചേർത്ത് വരയ്ക്കുന്നു. ഈ ഒരു ലൈൻ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇക്വേഷൻ എന്താണെന്ന് എഴുതി വെക്കാം. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 100. അപ്പോ ഈ ഒരു വേർഡ് പ്രോബ്ലത്തിനെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു വേർഡ് പ്രോബ്ലത്തിന്റെ ഗ്രാഫാണ് നമ്മൾ ഡ്രോ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഗ്രാഫിൽ നോക്കിയാൽ നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും കണ്ടുപിടിക്കാം. സപ്പോസ് യാമിനി 30 റുപ്പീസ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്തതെങ്കിൽ ഫാത്തിമ കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ട് കണ്ടുപിടിക്കാൻ 30ക്ക് അല്ലെങ്കിൽ എക്സ് ആക്സിലെ 30ക്ക് കറസ്പോണ്ടിങ് ആയി ഗ്രാഫ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നോക്കിയാൽ മതി. 70, ബിക്കോസ് 30യും 70യും കൂടി ചേരുമ്പോഴാണ് 100 ആകുന്നത്. സപ്പോസ് ഫാത്തിമ കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ട് 40 റുപ്പീസ് ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ യാമിനി കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ട് കണ്ടുപിടിക്കാൻ 40ക്ക് കറസ്പോണ്ടിങ് ആയി ഈ ഗ്രാഫ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് എക്സ് ആക്സിലേക്ക് നോക്കിയാൽ അത് 60 ആണ്. 60 പ്ലസ് 40 ഈസ് 100. അപ്പൊ ഇതാണ് നമ്മുടെ ഗ്രാഫിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. കുറച്ച് കാര്യങ്ങളെ മാത്രം സൂചിപ്പിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് നമ്മൾ ഒരു ഗ്രാഫ് വരച്ചാൽ മറ്റുള്ള കാര്യങ്ങളെയും കൂടി നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ കഴിയും വിത്തൗട്ട് എനി കാൽക്കുലേഷൻ. 8th question. In countries like USA and Canada, temperature is measured in Fahrenheit, whereas in countries like India, it is measured in Celsius. Here is a linear equation that converts Fahrenheit to Celsius. Equation is F is equal to 9/5 into C plus 32. F for Fahrenheit, C for Celsius. First question idana. Draw the graph of the linear equation using Celsius for x-axis and Fahrenheit for y-axis. തന്നിരിക്കുന്ന ഡീറ്റെയിൽസിനെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുക. അതിനുശേഷം
ഒരു 4 ക്വസ്റ്റ്യൻസ് കൂടിയുണ്ട് ഗ്രാഫിൽ നിന്നും കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോ ആദ്യം നമുക്ക് ഗ്രാഫിന്റെ പാർട്ടിലേക്കാണ് പോകേണ്ടത്. നമുക്കറിയാം ഗ്രാഫ് ഡ്രോ ചെയ്യണമെങ്കിൽ മിനിമം 2 സൊല്യൂഷൻ വേണം. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന ഇക്വേഷനെ ഒന്ന് എഴുതിയാൽ f is equal to 9/5c plus 32 എന്ന് എഴുതാം. ഇതിൽ നിന്ന് എഫിനും സിക്കും ഫാരൻഹീറ്റിനും ഡിഗ്രി സെൽഷ്യസിനും 2 സൊല്യൂഷൻസ് വീതം കണ്ടുപിടിക്കാം. ഇവിടെ ഞാൻ സിക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. if c is equal to 0, c 0 ആണ് എങ്കിൽ ഫാരൻഹീറ്റ് is equal to 9/5 into c എന്നുള്ള 0 which is 0 plus 32, that means 32 എന്ന് കിട്ടും. ഫാരൻഹീറ്റ് 32 ആണ് when degree Celsius is 0 degree. അടുത്തതില് if ഫാരൻഹീറ്റിനെ 5 ആയി കൺസിഡർ ചെയ്യാം. if f is equal to 5 കാൽക്കുലേറ്റ് ചെയ്യാം. f 5 ആണെങ്കിൽ റൈറ്റ് സൈഡിനെ ഞാൻ ലെഫ്റ്റിൽ എഴുതുന്നു. that means 9/5c plus 32 is equal to 5. ഇവിടെ 9/5c ഞാൻ എഴുതുന്നു. 9/5c is equal to റൈറ്റ് സൈഡിൽ 5 ഉണ്ട്, ലെഫ്റ്റിലുള്ള 32 റൈറ്റ് സൈഡിൽ എത്തിയാൽ -32 എന്നായി മാറും. that means 9/5c is equal to 5 minus 32 which is -27. ഇനി ഇവിടെ ഫൈനലി c നമുക്ക് എഴുതാം. c is equal to -27 divided by 5 into 5 ആയി മാറും. മുകളിലുള്ള 9 divided by 9 ആയി മാറും. 27/9 which is 3 ആണ്. left with -3 into 5, that means -15. ഫാരൻഹീറ്റിന് തന്നെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നില്ല, ഡിഗ്രി സെൽഷ്യസിന് തന്നെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നില്ല. നമുക്ക് ഈസി ആയി ചെയ്യാൻ കഴിയുന്നത് ഏതാണോ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ കിട്ടിയ 2 സൊല്യൂഷൻസിനെ നമ്മൾ ഒരു ടേബിളിലേക്ക് മാറ്റിയതിനു ശേഷം ഗ്രാഫ് ഡ്രോ ചെയ്യാം. ഡിഗ്രി സെൽഷ്യസും ഫാരൻഹീറ്റും 2 വാല്യൂസിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വാല്യൂവും അതിന് കറസ്പോണ്ടിങ് ആയി കിട്ടിയ വാല്യൂവും സൊല്യൂഷനായി നമ്മൾ എഴുതിയിരിക്കുകയാണ്. ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്, ഗ്രാഫ് വരയ്ക്കുമ്പോൾ സെൽഷ്യസ് ഫോർ എക്സ് ആക്സിസ് ആൻഡ് ഫാരൻഹീറ്റ് ഫോർ വൈ ആക്സിസ് എന്ന് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എക്സ് ആക്സില് സെൽഷ്യസിനെയും വൈ ആക്സില് ഫാരൻഹീറ്റിനെയും കൺസിഡർ ചെയ്യുന്നു. കിട്ടിയ 2 സൊല്യൂഷൻസിനെയും എഴുതി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ സ്കെയിൽ ആണ് എഴുതേണ്ടത്. അപ്പൊ നമുക്ക് എഴുതാം സ്കെയിൽ എലോങ് എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൽ കൺസിഡർ ചെയ്യുന്നത് സെൽഷ്യസിനെയാണ്. സെൽഷ്യസ് അവിടെ 0 -15 ആണ് വാല്യൂ എങ്കിലും ഡിഗ്രി സെൽഷ്യസിനെ നമ്മൾ മാക്സിമം 100 ആയി കൺസിഡർ ചെയ്യണം. കാരണം ഇത് രണ്ടും തമ്മിലുള്ള ഒരു കമ്പാരിസണും അതിൽ നിന്ന് കുറച്ച് വാല്യൂസും കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോ ചെറിയ ഡിവിഷനെയും അല്ലെങ്കിൽ 1 സെന്റിമീറ്ററിനെ നമുക്ക് 10 യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോ 1 സെന്റിമീറ്റർ ഇസ് ഈക്വൽ ടു 10 ഡിഗ്രി സെൽഷ്യസ് എന്ന് എഴുതാം. അടുത്തതില് എലോങ് വൈ ആക്സിസ്, അവിടെ ഫാരൻഹീറ്റിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അവിടെയും 1 സെന്റിമീറ്റർ ഇസ് ഈക്വൽ ടു 10 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്കിനി അതിനെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ ഗ്രാഫ് പേപ്പറിന്റെ ലെഫ്റ്റ് റൈറ്റ് ടോപ്പ് ബോട്ടം എല്ലാ പോർഷൻസും നമുക്ക് കൺസിഡർ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇവിടെ നമുക്ക് 0 കൺസിഡർ ചെയ്യാം. 10, 20, 30, 40, 50, 60, 70, 80, then 90. മുകളിലേക്ക് 10, 20, 30, 40, 50, 60, 70, 80, 90 and 100. ലെഫ്റ്റിലേക്ക് കൂടി എഴുതാം. -10, -20, -30, -40, -50. ഇവിടെ താഴേക്ക് എഴുതാം. -10, -20, -30, -40. ഇത് എക്സ് ഡാഷ് ആണ്. ഇവിടെയുള്ളത് വൈ ആണ്. ഇത് വൈ ഡാഷ്. ഇവിടെയുള്ളത് എക്സ്. ഇനി നമുക്ക് പോയിന്റ്സിനെ മാർക്ക് ചെയ്യാം. എക്സ് ആക്സിലെ 0 ആകുമ്പോൾ വൈ ആക്സിസിലെ ഫാരൻഹീറ്റ് 32 ആണ്. ദാറ്റ് മീൻസ് എക്സ് ഇവിടെയാണ് 0, വൈ 32 ആകുന്നത് ഇവിടെയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു പോയിന്റിനെ മാർക്ക് ചെയ്യാം. 0, 32, അതായത് 30 കഴിഞ്ഞുള്ള രണ്ടാമത്തെ സ്മാൾ ഡിവിഷൻ. -15 and 5, എക്സ് ആക്സിലെ -15, ദാറ്റ് മീൻസ് 20ക്കും 10നും ഇടയിലുള്ള ഈ ഒരു പോർഷൻ.
അപ്പോ y ആക്സിസിൽ 5 ആണ്. ദാറ്റ് മീൻസ് 0ക്കും 10നും ഇടയിലുള്ള ഈ ഒരു പോർഷൻ. അപ്പോ ഇതാണ് ഈ ഒരു പോയിന്റ് ആണ് -10 5. അപ്പൊ അവിടെ ഇത് മാർക്ക് ചെയ്തു. ഇനി ഈ രണ്ട് പോയിന്റിനെയും കൂടെ ചേർത്ത് കൊണ്ടൊരു ഗ്രാഫ് ഡ്രോ ചെയ്യണം. കറക്റ്റ് അലൈൻ ചെയ്ത് ഒരു ലൈൻ വരയ്ക്കാം. ഈ ലൈനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ആരോ മാർക്ക്. ഇക്വേഷൻ എഴുതി വെക്കാം. ഫാരൻഹീറ്റ് ഈസ് ഈക്വൽ ടു 9/5 C പ്ലസ് 32. ഇനി ഇവിടെയുള്ള സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണെന്ന് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇഫ് ദ ടെമ്പറേച്ചർ ഈസ് 30 ഡിഗ്രി സെൽഷ്യസ്, വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ ഇൻ ഫാരൻഹീറ്റ്? 30 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫാരൻഹീറ്റ് ടെമ്പറേച്ചർ എത്രയാണ്? അപ്പോ ഓർത്തിരിക്കുന്നത് എക്സ് ആക്സിലുള്ളത് സെൽഷ്യസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തത്, വൈ ആക്സില് ഫാരൻഹീറ്റ്. അങ്ങനെയാണെങ്കിൽ എക്സിലെ 30 അല്ലെങ്കിൽ ഡിഗ്രി സെൽഷ്യസിലെ 30ക്ക് കറസ്പോണ്ടിങ് ആയി ഗ്രാഫ് പോയി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് നോക്കുക. അത് ഈ ഒരു പോയിന്റ് ആണ്. ഈ ഒരു പോയിന്റ് 85 കഴിഞ്ഞ് വരുന്ന ഫസ്റ്റ് ഡിവിഷൻ ആയിരിക്കും. ദാറ്റ് മീൻസ് അവിടെയുള്ള ആൻസർ അല്ലെങ്കിൽ 30 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫാരൻഹീറ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 86 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരിക്കും. തേർഡ് ക്വസ്റ്റ്യനില് ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് ദ ടെമ്പറേച്ചർ ഇസ് 95 ഡിഗ്രി ഫാരൻഹീറ്റ്, വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ്? ഫാരൻഹീറ്റിലെ ടെമ്പറേച്ചർ 95 ആണെങ്കിൽ 90 100 ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ഒരു മാർക്ക് അത് ഇവിടെയാണ്. ഇവിടെ ഗ്രാഫ് ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റിൽ നിന്നും നേരെ താഴേക്ക് ഒരു ലൈൻ ഡ്രോ ചെയ്ത് തന്നെ വേണം ആൻസർ കണ്ടുപിടിക്കാൻ. അപ്പോ ഇവിടെ നിന്ന് നേരെ താഴേക്ക് ഒരു ലൈൻ ഇങ്ങനെ കൺസിഡർ ചെയ്താൽ ആ ലൈൻ ഇവിടെ 30ക്കും 40ക്കും ഇടയിലുള്ള ഈ പോയിന്റിൽ എത്തും. ദാറ്റ് മീൻസ് 95 ഡിഗ്രി ഫാരൻഹീറ്റിന് ഈക്വൽ ആയ സെൽഷ്യസിലെ ടെമ്പറേച്ചർ 35 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫോർത്ത് ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇഫ് ദ ടെമ്പറേച്ചർ ഈസ് 0 ഡിഗ്രി, ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫാരൻഹീറ്റ് ടെമ്പറേച്ചർ അത് നമ്മൾ ഇവിടെ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 0ക്ക് കറസ്പോണ്ടിങ് ആയ ഫാരൻഹീറ്റ് ടെമ്പറേച്ചർ 32 ആണ്. അതർവൈസ് ആൾസോ 0 ആണ് എക്സ് ആക്സില്, ആ സമയത്ത് ഗ്രാഫ് വൈ ആക്സിനെ ഇന്റർസെക്ട് ചെയ്യുന്നത് 32ലാണ്. അങ്ങനെയാണെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസിന് ഈക്വൽ ആയ ഫാരൻഹീറ്റ് ടെമ്പറേച്ചർ 30 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഫോർത്ത് ക്വസ്റ്റ്യനിൽ ഒരു സെക്കൻഡ് പാർട്ട് കൂടിയുണ്ട്. ഇഫ് ദ ടെമ്പറേച്ചർ ഈസ് 0 ഡിഗ്രി ഫാരൻഹീറ്റ്, വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ്? 0 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് ടെമ്പറേച്ചർ എങ്കിൽ ആ സമയത്തുള്ള സെൽഷ്യസിലെ ടെമ്പറേച്ചർ 0 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞാൽ മുകളിലേക്കും താഴേക്കുമില്ല. ദാറ്റ് മീൻസ് വൈ ആക്സിലെ 0. വൈ ആക്സിലെ 0 ഗ്രാഫിനെ എക്സ് ആക്സിൽ കട്ട് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിലാണ്. ഇവിടെ എക്സാക്ട്ലി ഉള്ള നമ്പർ 10 കഴിഞ്ഞ് 20ക്ക് ഇടയിലുള്ള ഒരു പോയിന്റ് ആണ്. അതിനെ ഓരോ സ്മാൾ ഡിവിഷൻസും കൗണ്ട് ചെയ്ത് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. അതായത് 0 ഡിഗ്രി ഫാരൻഹീറ്റിന് ഈക്വൽ ആയ ഡിഗ്രി സെൽഷ്യസിലെ ടെമ്പറേച്ചർ 17.8 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ അവിടെ മൈനസ് എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ ന്യൂമറിക്കൽ വാല്യൂസ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ഇനി ഫിഫ്ത് ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണ്: is there a temperature which is numerically the same in both Fahrenheit and Celsius? If yes, find it. അതായത് ഡിഗ്രി സെൽഷ്യസും ഫാരൻഹീറ്റും ന്യൂമറിക്കലി ഈക്വൽ ആകുന്ന ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ടോ, ഏതെങ്കിലും ഒരു ടെമ്പറേച്ചർ ഉണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോ ഈ ഗ്രാഫ് നോക്കുക. ഗ്രാഫിൽ എവിടെയെങ്കിലും ഒരു പോയിന്റില് ഏതെങ്കിലും ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റിൽ എക്സും വൈയും കോർഡിനേറ്റ്സ് ഈക്വൽ ആയി വരുന്നുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോ ഇവിടെ നമ്മൾ നോക്കിയാൽ -40 ആണ്. ഈ -40ക്ക് കറസ്പോണ്ടിങ് ആയി ഗ്രാഫ് ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റിലെ എക്സ് കോർഡിനേറ്റ് -40 ആണ്. ദാറ്റ് മീൻസ് എക്സ് ആക്സിലെ -40യും വൈ ആക്സിലെ -40യും കറക്റ്റ് ആയിട്ട് ഈ ഗ്രാഫിനെ ഇവിടെ ഇന്റർസെക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആൻസർ എസ് എന്നാണ്. അവിടെയുള്ള ന്യൂമറിക്കൽ വാല്യൂ -40, -40യിലെ ന്യൂമറിക്കൽ വാല്യൂ മാത്രം എടുത്താൽ, സൈൻ ഇല്ലാതെ അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എടുത്താൽ 40 ആണ്. അപ്പോ അവിടെ വേണമെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതി വെക്കാം ബോത്ത് -40. ഫാരൻഹീറ്റും ഡിഗ്രി സെൽഷ്യസ് മൈനസ് ആയിട്ടാണ് ഇവിടെ ഗ്രാഫിലുള്ളത്. അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ ആണ് 40. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഒരു ക്ലാസ്സും മിസ് ചെയ്യാതെ കാണുക.